മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്കുള്ള വഴികളിലും സമീപ നഗരങ്ങളിലുമെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ജനം. തിരക്ക് നിയന്ത്രണാതീതമായതോടെ സുരക്ഷ മുൻനിർത്തി അലഹബാദിൽ സ്കൂളുകളും പ്രയാഗ്രാജിനടുത്തുള്ള സംഗം റെയിൽവേ സ്റ്റേഷനും അടച്ചു. കുംഭമേള അവസാനിക്കുന്ന ഫെബ്രുവരി 26 വരെയാണ് സ്കൂളുകൾക്ക് അവധി. അലഹബാദ് നഗരം ഇതുവരെ കാണാത്ത ഗതാഗത കുരുക്കിനാണ് രാവും പകലും സാക്ഷ്യം വഹിക്കുന്നത്. മഹാകുംഭമേളയുടെ വഴികളെല്ലാം അക്ഷരാർത്ഥത്തിൽ മനുഷ്യസാഗരമാണ്. പ്രയാഗ്രാജിലേക്കുള്ള സർവ്വപാതകളും സമീപ പട്ടണങ്ങളുമെല്ലാം കൈയടക്കിയിരിക്കുന്നു നിറഞ്ഞു കവിഞ്ഞ ജനം. 1.5 കോടിയോളം പേർ തിങ്കളാഴ്ചത്തെ പ്രഭാതസ്ഥാനത്തിൽ പങ്കെടുത്തെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ അലഹബാദ് നഗരത്തിലും കുംഭമേളയുടെ സമീപ മേഖലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. കുംഭമേള അവസാനിക്കുന്ന ഫെബ്രുവരി 26 വരേക്കാണ് സ്കൂൾ അവധി. പ്രയാഗ്രാജിന് തൊട്ടടുത്ത സംഗം റെയിൽവേ സ്റ്റേഷനും ഫെബ്രുവരി 28 വരേക്ക് അടച്ചു. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് 18 കുംഭമേള യാത്രികർ മരിച്ചതോടെയാണ് സംഗം സ്റ്റേഷൻ അടച്ചിട്ടത്. കുംഭമേള തുടങ്ങിയ ജനുവരി ആദ്യവാരം മുതൽ ശരാശരി 50 ലക്ഷം പേർ പ്രതിദിനം പ്രയാഗ്രാജിലേക്ക് എത്തുന്നുവെന്നാണ് കണക്ക്. ഇത്രയും പേരെ അധികമായി ഉൾക്കൊള്ളാവുന്ന വലുപ്പം ഈ പ്രദേശങ്ങൾക്കില്ല. അലഹബാദിലെ സാധാരണ ജനസംഖ്യയേക്കാൾ 100 ഇരട്ടി ജനമാണ് കുംഭമേളയ്ക്ക് എത്തുന്നത്. ഈ തിരക്ക് പ്രദേശത്തെ സാധാരണ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചു. കിലോമീറ്റർ ദൂരെയുള്ള ബസ് ടെർമിനലിലും റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങി ലക്ഷക്കണക്കിന് യാത്രക്കാർ വലിയ ബാഗുകളുമേന്തി നദീമുഖത്തേക്ക് എത്തുന്നു. നിയന്ത്രണങ്ങൾ പാലിക്കാത്തത് തിരക്ക് ക്രമാതീതമാക്കുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. പോലീസുകാരും വളണ്ടിയർമാരും നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഓരോ മിനിറ്റിലും അനൗൺസ്മെന്റുകൾ നടത്തുന്നുണ്ട്. തിരക്കിയെത്തുന്നവർ ഇത് മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് പോലീസിന്റെ പരാതി. അലഹബാദ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പറയുന്നത് ഭീതിതമായി തോന്നുന്ന തരം തിരക്കാണ് മേഖലയിലെന്നാണ്. മിക്ക യാത്രക്കാരും റോഡരികിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്യുകയോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ അലഹബാദിലെ സാധാരണ ജീവിതത്തെ കാര്യമായി ബാധിച്ചു. അതിനിടെ മാരകമായ തോതിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കുംഭമേള നടക്കുന്ന ഗംഗയിലെ വെള്ളത്തിൽ കൂടിയെന്ന് ദേശീയ ഗ്രീൻ ട്രിബ്യൂണലും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു മുൻകരുതലും ഉണ്ടായില്ല. ഫെബ്രുവരി 3 പുറത്തുവന്ന ഈ റിപ്പോർട്ടിന്മേൽ പക്ഷേ UP സർക്കാർ മുൻകരുതൽ നടപടി സ്വീകരിച്ചില്ല. സർക്കാർ പറയുന്നത് 40 കോടി ജനങ്ങൾ ഇതുവരെ മേളയ്ക്കെത്തിയെന്നാണ്. ഈ കൃത്യം കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ ചോദ്യം. കുംഭമേളയിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ യോഗി സർക്കാരിന് കൃത്യതയില്ല. പക്ഷെ 40 കോടി വന്നെന്ന് എങ്ങനെ എണ്ണി? നാളെ 100 കോടിയെന്നും യോഗി പറഞ്ഞേക്കും. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ പരിഹസിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.